പ്രവേശനോത്സവ ചടങ്ങ് വിപുലമായി സംഘടിപ്പിച്ചും പുതിയ പാഠ്യപദ്ധതികൾ പരിഷ്കരിച്ചും സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികളെ സ്വീകരിക്കുമ്പോൾ സ്കൂളിൽ പോകാൻ കഴിയാത്ത കുറച്ച് വിദ്യാർത്ഥികളുണ്ട് ആലപ്പുഴയിൽ. അധ്യയന വർഷം ആരംഭിച്ച് 2 ദിവസമായിട്ടും സ്കൂളിൽ എത്താൻ കഴിയാത്ത കുറച്ചധികം വിദ്യാർത്ഥികൾ. ശക്തമായ മഴയിൽ പ്രദേശത്തുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന തലവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എടത്വ, മുട്ടാർ, രാമങ്കരി, തകഴി, ചമ്മക്കുളം തുടങ്ങി പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കുമാണ് ആദ്യവാരം സ്കൂളിലെത്താൻ കഴിയാത്തത്. കേരള സംസ്ഥാനം മുഴുവൻ പ്രവേശനോത്സവം നടക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള അവസരമില്ല എന്നതൊരു ദൗർഭാഗ്യം തന്നെയാണ്. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ പ്രവേശനോത്സവം നടത്താനിരിക്കുകയാണ്. PTA പൂർണ്ണ പിന്തുണ ഇതിന് നമുക്കുണ്ട്. ഞാനിപ്പോൾ ഇത് സ്കൂളിലേക്ക് വരുന്ന ഒരു വഴിയാണ്. ഇത്രയും വെള്ളമുണ്ട്. ഇതിലേറെ വെള്ളം കുട്ടികൾ വരുന്ന വഴികളിൽ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് പ്രദേശം വെള്ളത്തിനടിയിലായത്. വാങ്ങിയ പുസ്തകങ്ങളും ബാഗുകളും വെള്ളം കയറി നശിച്ചു. പഠനോപകരണങ്ങൾ പുതുതായി വാങ്ങി വേണം ഇനി സ്കൂളുകളിലെത്താൻ. സംസ്ഥാനമൊട്ടാകെ വിദ്യാർത്ഥികൾ ആദ്യ ദിനം ആഘോഷമാക്കി ക്ലാസുകളിലെത്തുമ്പോൾ ഇവർക്ക് വെള്ളക്കെട്ടിനോർത്തുള്ള നിരാശ മാത്രം. കേരളം മൊത്തം സ്കൂൾ തുറക്കുന്നു, ഞങ്ങളുടെ കുട്ടനാട്ടിൽ മാത്രം സ്കൂൾ തുറക്കുന്നില്ല. സ്കൂൾ എപ്പോഴാണ് തുറക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. 24 ആലപ്പുഴ.